കന്നഡ നാട്ടിലെ ചലഞ്ചിങ് സ്റ്റാർ കൊലകൊമ്പൻ ദർശന്റെ മറ്റൊരു അപരാധം അംബരീഷൻ ദി റബൽ. അപ്പൊ പാടം തുടങ്ങുമ്പോൾ തന്നെ അമേരിക്കയിൽ നിന്ന് ലാൻഡ് ആവുന്ന പ്രിയാമണിയെ കാണിച്ചുകൊണ്ടാണ് ആളൊരു അൾട്രാ റിച്ച് ലേഡിയാണ്. റിച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഇവളൊന്ന് വെയിൽ കൊണ്ട് വിയർത്താൽ ആ വിയർപ്പ് തുടയ്ക്കാൻ വേണ്ടി ടിഷ്യൂവും ടവലും വന്നല്ല ഉപയോഗിക്കുക, പകരം ഒരു 500 നോട്ടാണ്. കാരണം ഇവൾ ഡോളറിന് മാത്രമേ വില കൊടുക്കത്തുള്ളൂ. ആ ലെവൽ റിച്ച് ആണ്. I value money only in dollars, not in rupees. അപ്പൊ ഗൈസ്, ഇവര് നാട്ടിൽ വന്നത് എന്തിനാന്ന് വെച്ചാൽ ഇവളുടെ അച്ഛന്റെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ പൂജയ്ക്ക് വേണ്ടിയാണ്. സോ പ്രിയാമണി സൈറ്റിൽ എത്തിയതും എല്ലാരും എത്തിയല്ലോ, ഇനി പൂജ തുടങ്ങാമല്ലേ എന്ന് പറയും. അപ്പൊ അവിടെ കൂടിയവരൊക്കെ കൂടി പറയും, ഏയ് തുടങ്ങാൻ വരട്ടെ, ഒരാളും കൂടി വരാനുണ്ടെന്ന്. അപ്പൊ പ്രിയാമണി ചോദിക്കും, അതാരപ്പത് CM ആണോ എന്ന്. ഉടനെ തന്നെ അവിടെ കൂടി നിന്നവർ പറയും, അതെ CM തന്നെ, ദി ചാലഞ്ചിങ് മാൻ. യെസ് ഗൈസ്, നമ്മുടെ ചാലഞ്ചിങ് സ്റ്റാർ ദർശന്റെ ഇൻട്രോ തന്നെ. മൂപ്പരാണ് ഈ നാട്ടിലെ പ്രധാന തേപ്പുകാരൻ. അങ്ങേര പൂജയ്ക്ക് വേണ്ടി അങ്ങോട്ടേക്ക് കുറെ JCBയും ലോറിയും ഒക്കെ എടുത്ത് വരികയാണ്. എന്നിട്ട് അവിടെ ലാൻഡ് ആയതും ചാലഞ്ചിങ് സ്റ്റാർ ആ പോര് വെയിലത്ത് കിടന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങും. അങ്ങനെ ഈ മൊട്ട പൊട്ടിച്ചൊഴിച്ചാൽ ബുൾസയാവുന്ന വെയിലത്ത് ഇവന്റെ ഈ ഡാൻസും കണ്ടു നിന്ന പ്രിയാമണി ഒന്ന് വിയർക്കും. പ്രിയാമണി വിയർത്താൽ പിന്നെ എന്താണ്ടാവെന്ന് പറയണ്ടല്ലോ. അവൾ അപ്പൊ തന്നെ പേഴ്സിന്ന് ഒരു 500 നോട്ട് എടുത്ത് ആ വിയർപ്പ് തുടച്ച് നിലത്തെറിയും. ഇത് കണ്ടതും ചലഞ്ചിങ് സ്റ്റാർ ബണ്ണ് കണ്ട റോക്കി ബൈനെ പോലെ ഡയലോഗ് അടിക്കാൻ തുടങ്ങും. ഞാനൊക്കെ ഒരു 10 ചട്ടി സിമന്റ് തേച്ചാലാണ് ഒരു 500 രൂപ കിട്ടാറ്, അത് നീ വിയർപ്പ് തുടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നൊക്കെ. സോ ഇങ്ങനെ ആ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം പ്രിയാമണിയുടെ ഡാഡിനെ കുറെ ഗുണ്ടകൾ ചേർന്ന് തല്ലാൻ വരുന്നത്. അത് കണ്ടതും നമ്മുടെ ചലഞ്ചിങ് സ്റ്റാർ മാനത്തുനിന്ന് പൊട്ടി വീണ് ആ ഗുണ്ടകളെ ഒക്കെ അടിച്ചു ഓടിക്കുകയാണ്. ആൻഡ് ആ സംഭവത്തോടു കൂടി നമ്മുടെ ചലഞ്ചിങ് സ്റ്റാറിനെ ഈ തേപ്പ് പണിയിൽ നിന്നും പ്രൊമോട്ടാക്കി ആ ബിൽഡിംഗിന്റെ പ്രോജക്ട് മാനേജർ ആക്കുകയാണ്. കൺസ്ട്രക്ഷൻ ഇൻചാർജ് അംബിദു. മാത്രമല്ല ആ റിച്ച് ഗേൾ പ്രിയാമണിക്ക് തന്റെ ഡാഡിയെ രക്ഷിച്ചതുകൊണ്ട് ചലഞ്ചിങ് സ്റ്റാറിനോട് ചെറിയൊരു ലവ് വരികയാണ്. പക്ഷെ ഗൈസ്, ചലഞ്ചിങ് സ്റ്റാറിന് ഇവളെ തിരിച്ചു പ്രേമിക്കാൻ പറ്റില്ല. കാരണം മൂപ്പർക്ക് വേറൊരു ചിക്കുണ്ട്, ഒരു പ്രാവ് സ്നേഹി, ദി ലേഡി മാരി. ഇവളുടെ പ്രാവ് സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ അസാസിൻ ക്രീഡിൽ അൽത്താരിന്റെ തോളത്തിരിക്കുന്ന പരുന്തിനെ പോലെയാണ് ഇവള് പ്രാവിനും തോളത്ത് വെച്ച് നടക്കുക. സോ ഗൈസ്, അങ്ങനെ പ്രിയാമണിക്ക് ചലഞ്ചിങ് സ്റ്റാറിനോട് ഒരു ചാഞ്ചാട്ടം വന്നു തുടങ്ങുന്ന സമയത്താണ് പ്രിയാമണി ചലഞ്ചിങ് സ്റ്റാറിന്റെയും ലേഡി മാരിയുടെയും ചില കുൽസിത പ്രവർത്തികൾ കാണുന്നത്. അതോടുകൂടി പ്രിയാമണിക്ക് ലേഡി മാരിയോട് വൻ ദേഷ്യമാവും. ഈ ചലഞ്ചിങ് സ്റ്റാർ എന്റെ ആണ് നിന്റെ അല്ല എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് ആ റിച്ച് ഗേൾ പ്രിയാമണിയും ലേഡി മാരിയും കൂടി ചലഞ്ചിങ് സ്റ്റാറിന് വേണ്ടി വൻ അടിയാവും. ആദ്യം തന്നെ ഇവര് രണ്ടുപേരും കൂടി ഒരു പെറ്റ് ഷോപ്പിൽ കയറും. അപ്പോതാ അവിടെ ഒരു പ്രത്യേക തരം പ്രാവിരിക്കുന്നു. അതിനെ കണ്ടതും പ്രിയാമണിക്ക് ആ പ്രാവിനെ വേണം. പക്ഷെ അവിടുത്തെ കടക്കാരൻ പറയും, അതൊന്നും തരാൻ പറ്റില്ല, ഈ പ്രാവിനെയൊക്കെ ലേഡിമാരി എന്നോ ബുക്കാക്കി വെച്ചിരിക്കുകയാണെന്ന്. അത് കേട്ടതും പ്രിയാമണിക്ക് ആകെ ദേഷ്യം വന്ന് എനിക്കത് കിട്ടിയേ പറ്റൂ എന്നൊക്കെ. എല്ലാവർക്കും എന്നെ മതി. അവസാനം ആ കടക്കാരൻ ഈ തല്ലൊന്ന് തീർക്കാൻ വേണ്ടി ഒരു ഐഡിയ ഇറക്കും. അതെന്താന്ന് വെച്ചാൽ അയാൾ ഈ പ്രാവിനെ വെറുതെ അങ്ങ് പറക്കാൻ വിടും. എന്നിട്ട് ആ പ്രാവ് ആരുടെ തോളത്ത് കയറിയിരിക്കുന്നു അവർക്ക് ഇതിനെ എടുക്കാമെന്ന്. അങ്ങനെ അങ്ങേരെ ആ പ്രാവിനെ അങ്ങ് പറത്തി വിടുകയാണ്. ആ പ്രാവാണെങ്കിൽ നേരെ പോയി ലേഡിമാരിയുടെ തോളത്തിരിക്കും. അങ്ങനെ ഈ മത്സരത്തിൽ തോറ്റ പ്രിയാമണിക്ക് ലേഡി മാരിയോട് പിന്നെയും മടക്കാനാവാത്ത ദേഷ്യമാവും. എന്നിട്ട് ഇവളെ മാനസികമായി തകർക്കാൻ വേണ്ടി പ്രിയാമണി അവളുടെ കാമുകനായ ചാലഞ്ചിങ് സ്റ്റാറിനെ സെഡ്യൂസ് ആക്കാൻ വേണ്ടി ഇറങ്ങി തിരിക്കുകയാണ്. അങ്ങനെ അസുക്ക് പൊസുക്ക് ലസുക്ക് മുസുക്കിലൊന്നും ചലഞ്ചിങ് സ്റ്റാർ വീഴലാന്ന് മനസ്സിലാക്കിയ പ്രിയാമണി മാക്സിമം എഫേർട്ട് ഇട്ട് ചലഞ്ചിങ് സ്റ്റാറിനെ സെഡ്യൂസ് ആക്കാൻ വേണ്ടി അതുവരെ ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ് മാത്രം കണ്ടു പരിചയമുള്ള ചലഞ്ചിങ് സ്റ്റാറിനെ ഒരു റൂമിലേക്ക് വിളിച്ചു വരുത്തി. നീ ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ് നോക്കിയതൊക്കെ മതി, ഇനി എന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കിയെന്ന് പറഞ്ഞ് വൻ മൂടാക്കലാണ്. Building structure ನೋಡ್ಕೊಂಡು ಸಾಕು, ಇನ್ಮೇಲೆ ഈ സ്ട്രക്ചർ നോക്കാം. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കള്ളി കള്ളി നടക്കുമെന്ന്. ബട്ട് അത് നടക്കില്ല ഗൈസ്. ഓർ ചലഞ്ചിങ് സ്റ്റാർ ഇസ് വൺ വുമൺ മാൻ. മൂപ്പർക്ക് പെട്ടെന്ന് സൈറ്റിൽ പില്ലറിന് കമ്പിയിട്ടില്ല എന്നത് ഓർമ്മ വന്ന് അങ്ങോട്ടേക്ക് പോകും. ഇത് പ്രിയാമണിക്ക് വൻ ക്ഷീണമാവും. എന്റെ സ്ട്രക്ചറിനെ വരെ നീ അപമാനിച്ചല്ലേടാ എന്നും പറഞ്ഞ് ആ ബിൽഡിംഗിന്റെ ഓഫീസ് ഇനോഗ്രേഷന്റെ അന്ന് ചലഞ്ചിങ് സ്റ്റാർ ഓഫീസിലേക്ക് കയറുമ്പോൾ ഇറങ്ങി പോടാ ഇവിടുന്ന്, നീ ഇവിടെ പണിയെടുക്കണ്ട എന്ന് പറയും. മാത്രമല്ല ചലഞ്ചിങ് സ്റ്റാർ അവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ പ്രിയാമണി ആ ബിൽഡിംഗിന്റെ 10ാം നിലയെന്ന് പറയും. നിന്നെ പോലൊരു തേപ്പുകാരനൊക്കെ എത്ര വിചാരിച്ചാലും എന്റെ ഈ ഹൈറ്റിൽ എത്താൻ പറ്റില്ല എന്ന്. അപ്പൊ അത് നമ്മുടെ ചലഞ്ചിങ് സ്റ്റാർ ഒരു ക്രെയിനിൽ കയറി തൂങ്ങി പ്രിയാമണിയുടെ ഹൈറ്റിൽ വന്ന് നിൽക്കും. എന്നിട്ട് ദാ ഞാൻ നിന്റെ ഹൈറ്റിൽ എത്തി എന്നൊക്കെ പറഞ്ഞ് വൺ ഡയലോഗാണ്. അതോടെ പ്രിയാമണി, എടാ മണ്ട, അത് ഞാനൊരു മെറ്റഫോറായി പറഞ്ഞതാണ്. ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ നിന്നെയും കൊണ്ട് ഇതേപോലെ ഒരു ബിൽഡിംഗ് ഒന്നും ഈ ജന്മത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ്. അത് ചലഞ്ചിങ് സ്റ്റാറിന് ഇഷ്ടമാവില്ല. തൊട്ടടുത്ത ദിവസം തന്നെ ചലഞ്ചിങ് സ്റ്റാർ രജനീകാന്തായി മാറുകയാണ്. എന്നിട്ട് പടയപ്പയിലെ പോലെ ഒരു സോങ്ങും ഇട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിക്കുകയാണ്. എവിടെ പറമ്പ് കണ്ടാലും അവിടെ പോയി ബിൽഡിംഗ് ഉണ്ടാക്കും. അങ്ങനെ ബിൽഡിംഗ് ഉണ്ടാക്കി ശിവാജിയിലെ പോലെ ആളൊരു കോടീശ്വരനാവുകയാണ്.
അവസാനം അണ്ണാമലയിലെ പോലെ ബാംഗ്ലൂർ ബിൽഡേഴ്സ് അസോസിയേഷന്റെ തലപ്പത്തിരിക്കുന്ന പ്രിയാമണിയെ മാറ്റി അവിടെ കയറിയിരുന്ന് ചലഞ്ചിങ് സ്റ്റാർ ആ ചലഞ്ച് കംപ്ലീറ്റ് ആക്കുകയാണ്. ഇതൊക്കെ എന്ത്? സോ അങ്ങനെ ഒരു പാട്ട് കൊണ്ട് കോടീശ്വരനായ നമ്മുടെ ചലഞ്ചിങ് സ്റ്റാർ നാട്ടുകാരെയൊക്കെ സഹായിച്ചും രക്ഷിച്ചും നാട്ടിലെ കണ്ണിലുണ്ണിയായി ഇങ്ങനെ പോവുകയാണ്. രക്ഷിക്കൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കൊച്ചിനെ വണ്ടിയിൽ ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോകുമ്പോൾ അവരുടെ മുന്നിൽ ഒരു വണ്ടി നിർത്തി അതിന് ചാടി ഇറങ്ങി ആ ഗുണ്ടകളുടെ വണ്ടിയുടെ ബോണറ്റിൽ ഇട്ട് ഒരൊറ്റ അടിയാ. ആ അടിയിൽ ആ കാറിന്റെ ബാക്ക് പൊന്തി അതിന്റെ ഉള്ളിലെ ഗുണ്ടകളൊക്കെ പുറത്തേക്ക് ഒരൊറ്റ തെറിക്കല. അങ്ങനെ ആ കൊച്ചിനെ രക്ഷിക്കും. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു മലേഷ്യൻ ഡോൺ പേര് RDX മൂപ്പര് കർണാടകയിൽ ഒരു കാസിനോ തുടങ്ങാനുള്ള പരിപാടിയുമായി പ്രിയാമണിയുടെ കമ്പനിയെ സമീപിക്കുന്നത്. അപ്പൊ അവർ ആ കാസിനോ പണിയാൻ പോകുന്ന പറമ്പാണ് ബാംഗ്ലൂർ ഉണ്ടാക്കിയ കെമ്പഗൌഡന്റെ പറമ്പ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരൊക്കെ അതിന് വൻ എതിരാണ്. അങ്ങനെ കെമ്പഗൌഡന്റെ പറമ്പിലാണോടെ നിന്റെയൊക്കെ കാസിനോ ഉണ്ടാക്കുന്നതെന്നും പറഞ്ഞ് നാട്ടുകാരൊക്കെ അവിടെ കൂടി ഒരു സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കെമ്പഗൌഡയുടെ പ്രതിമയിലെ വാള് പൊട്ടി നമ്മുടെ ചലഞ്ചിങ് സ്റ്റാറിന്റെ മുന്നിൽ വീഴുന്നത്. സോ ഈ കെമ്പഗൌഡയുടെ വാള് ചലഞ്ചിങ് സ്റ്റാറിന്റെ മുന്നിൽ വീണതും നാട്ടുകാരൊക്കെ കൂടി എടാ കുട്ടാ നീയാണോടാ അടുത്ത കെമ്പഗൌഡ, നീ വേണം ഇനി ബാംഗ്ലൂരിനെ രക്ഷിക്കാൻ, പോയ കാസിനോ കൺസ്ട്രക്ഷൻ തടയെന്നൊക്കെ പറഞ്ഞ് പിരികേറ്റി വിടും. സോ ഇതൊക്കെ കേട്ടതും ചലഞ്ചിങ് സ്റ്റാർ പിരിവെട്ടി എന്റെ മേത്ത് കെമ്പഗൌഡൻ കേറിയടാ എന്നും പറഞ്ഞ് ആ കസിനോ ഉണ്ടാക്കാൻ വന്നവന്മാരെയൊക്കെ പോയി കെമ്പഗൌഡനോടാ നിന്റെയൊക്കെ കളിയെന്നും പറഞ്ഞ് വെട്ടിക്കൊല്ലുകയാണ്. അപ്പൊ ഈ കെമ്പഗൌഡ ആരാന്ന് വെച്ചാൽ പണ്ട് കർണാടക ഭരിച്ചിരുന്ന ഒരു സിംഗമായിരുന്നു. മൂപ്പരിങ്ങനെ പറമ്പെടുത്തിട്ടാണ് ഇന്ന് കാണുന്ന ഈ ബാംഗ്ലൂർ സിറ്റി മൊത്തം ഉണ്ടായത്. അങ്ങനെ ഈ കസിനോ പണി നടത്താൻ പറ്റാത്ത പ്രിയാമണി ആരാണ് ഇവൻ, എന്താണ് ഇവന്റെ പ്രശ്നം എന്നൊക്കെ ഭ്രാന്ത് പിടിച്ച് അവളുടെ ഡാഡിയുടെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോഴാണ് പ്രിയാമണിയുടെ ഡാഡി ഒരു ആവശ്യമില്ലാത്തൊരു ഫ്ലാഷ് ബാക്ക് പറയുന്നത്. അതെന്താന്ന് വെച്ചാൽ ഏതോ ഒരു ഗ്രാമത്തിൽ കുറെ പശുക്കളെ നോക്കി ജീവിച്ചിരുന്ന ഒരു യുവാവായിരുന്നു നമ്മുടെ ചലഞ്ചിങ് സ്റ്റാർ. മാത്രമല്ല ഒഴിവു സമയങ്ങളിൽ പുഴയുടെ അടിയിൽ പോയി തപസ്സിരിക്കും. ഇങ്ങനെ നൈസായി പോവുകയായിരുന്നു ചലഞ്ചിങ് സ്റ്റാറിന്റെ ജീവിതം. ഈ സമയത്താണ് ആ നാട്ടിൽ ഒരുത്തം മേടിച്ച പൈസ തിരിച്ചു കൊടുക്കാനാകാതെ അടി വാങ്ങി കൂട്ടുന്നത്. അത് കണ്ടതും ചലഞ്ചിങ് സ്റ്റാർ അവനെ രക്ഷിക്കാൻ വേണ്ടി ആ പൈസ ഞാൻ അടച്ചു തീർത്തോളാം എന്നും പറഞ്ഞ് ആ പൈസ അടച്ചു തീർക്കാൻ വേണ്ടി തന്റെ ഗ്രാമം വിട്ട് ബാംഗ്ലൂരിൽ ചെന്ന് വാർക്കപ്പണി എടുക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പൊ അത് അണ്ണൻ നാട് വിടനെ കണ്ട് സഹിക്കാൻ വയ്യാതെ ആ നാട് മൊത്തം അണ്ണന്റെ ഒപ്പം നാട് വിടും. എന്നിട്ട് ഇവരൊക്കെ കൂടി ബാംഗ്ലൂരിൽ വന്ന് ഒരു ചേരി ഉണ്ടാക്കി കൺസ്ട്രക്ഷൻ പണി എടുത്ത് ജീവിക്കുകയാണ്. എന്ത് കാര്യത്തിനാണത്? അങ്ങനെ ആ ഒരു ആവശ്യവുമില്ലാത്ത ഫ്ലാഷ് ബാക്ക് കേട്ട പ്രിയമണി ഓക്കെ ഹീസ് എ ഗ്രേറ്റ് പേഴ്സൺ, നമുക്ക് ആ കസിനോടെ പണിയൊക്കെ നിർത്തി വെക്കാമെന്ന് തീരുമാനിക്കും. Good girl. അങ്ങനെ ആ കസിനോടെ പണി നടത്താൻ പറ്റാതെ ഇൻവെസ്റ്റ് ചെയ്ത പൈസയും പോയി ആകെ ഭ്രാന്ത് പിടിച്ച മലേഷ്യൻ ഡോൺ RDX പ്രിയാമണിയെ കിഡ്നാപ്പ് ആക്കി ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ചലഞ്ചിങ് സ്റ്റാറിനെ വിളിച്ചു പറയും ഒരു ചലഞ്ച് ഉണ്ട്, വേഗം ഇങ്ങോട്ട് വായെന്ന്. അതോടെ ചലഞ്ച് എന്ന് കേട്ട ചലഞ്ചിങ് സ്റ്റാർ കർണാടകക്കാരെ മൊത്തം കൂട്ടി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പൊ അത് RDX പറയും എടാ ഈ പറമ്പിൽ മൊത്തം ഞാൻ RDX വെച്ചിട്ടുണ്ടെന്ന്, അത് പൊട്ടിച്ച് നിന്റെ നാട്ടുകാരെ ഒന്നും കൊല്ലണ്ടെങ്കിൽ മര്യാദക്ക് നീ ഈ കുഴിയിൽ ഇറങ്ങിയിരിക്കണമെന്ന്. അങ്ങനെ കർണാടകക്കാരെ മൊത്തം രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ചലഞ്ചിങ് സ്റ്റാർ ആ കുഴിയിലേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് RDX അങ്ങേരുടെ തലയിൽ കൂടെ മണ്ണിട്ട് അവിടെ കുഴിച്ചിട്ട് കുരിച്ചു വെക്കുന്ന പോലെ കെമ്പഗൌഡന്റെ വാൾ അവിടെ കുത്തിയിട്ട് അതിന്റെ മേലെ ഒന്ന് ചവിട്ടും. അപ്പൊ ആ വാളിൽ കറണ്ട് കയറി ഭൂമി പിളർന്ന് ആ കുഴിയിൽ നിന്നും കെമ്പഗൌഡന്റെ ആത്മാവ് കയറി നമ്മുടെ ചലഞ്ചിങ് സ്റ്റാർ ഉയർന്നു പൊങ്ങി എയറിൽ ഒരു 5 മിനിറ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ഇറങ്ങി വന്ന് അവിടെയുള്ള എല്ലാ വില്ലന്മാരും വെട്ടിയിടും. പടം കഴിഞ്ഞ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBI5, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോരാൾ, അർജുനൻ, ബലറാം, വസിതാരദ, ലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻട്രി കമ്പകൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്ര കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.